السلام عليكم ورحمة الله وبركاته. الحمد لله الذي خلق الإنسان علمه البيان، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ തൃപ്തിക്കൊത്ത് ജീവിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നേടിയെടുത്ത് ജീവിക്കാനും മരിക്കാനുമുള്ള ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ ഉൾപ്പെടാൻ പ്രവർത്തനവും പ്രാർത്ഥനയുമായി ജീവൻ നയിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മനുഷ്യർ വിവിധങ്ങളായ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഭൂമിയിൽ ജീവിക്കുന്നത്. പലരും പല നിലക്കുള്ള രോഗങ്ങളിൽ, മാറാ രോഗങ്ങളിൽ കഷ്ടപ്പെടുകയാണ്. പലരും സഹിക്കാനാവാത്ത വേദന അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഒരുപാട് ഭാരം പേറിക്കൊണ്ടാണ് മനുഷ്യന്മാർ ജീവിക്കുന്നത്. ഈ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന. മനുഷ്യൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന സങ്കടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളുമൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കാനുള്ള അത്താണിയാണ് പ്രാർത്ഥന. ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം എപ്പോഴും അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പിരിഞ്ഞുപോയ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല മഗ്ഫിറത്തും മർഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിരവധി ആളുകൾ രോഗങ്ങളാൽ ആശുപത്രിയിൽ കഷ്ടപ്പെടുകയാണ്. അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം, നമ്മളുടെ കാലശേഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. പ്രാർത്ഥന ഒരു വിശ്വാസിക്ക് പരിഹസിച്ച് തള്ളാനുള്ളതല്ല. അങ്ങനെ പരിഹസിച്ച് തള്ളുന്നവരെ അള്ളാഹു ശിക്ഷിക്കും. അള്ളാഹു സൂറത്ത് ഫുർഖാനിൽ പറഞ്ഞ ഒരു ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചത്. കുൽ, നബിയെ പറഞ്ഞേക്കുക, മാ യഅ്ബഉ ബിക്കും റബ്ബി, എൻ്റെ റബ്ബ് നിങ്ങളെ ഒരു നിലക്കും പരിഗണിക്കൂല, ലൗലാ ദുആഉക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ. എന്നാൽ ഫഖദ് കദ്ദബ്തും, ആ പ്രാർത്ഥിക്കുക എന്ന ആശയത്തെ നിങ്ങൾ തള്ളിക്കളഞ്ഞാണ് ജീവിക്കുന്നെങ്കിൽ ഫസൗഫ യകൂൻ ലിസാമ, ശിക്ഷ പിടികൂടും. ഇപ്പം പ്രാർത്ഥിക്കാണ്ടിരിക്കുക എന്നുള്ളത് ശിക്ഷയ്ക്ക് വിധേയമാകാനൊരു കാരണമാണ്. എന്നാലോ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനാണ് അള്ളാഹിനോട് കബൂലാക്കാൻ, അല്ലേ? അള്ള പ്രാർത്ഥന കബൂലാക്കണമെങ്കിൽ അതിന് ചില രീതികളുണ്ട് പ്രാർത്ഥിക്കേണ്ട. ഒന്നാമത്തെ നിബന്ധന അള്ള പറഞ്ഞത് ലഹു ദഅവത്തുൽ ഹഖ്, പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമായിരിക്കണം. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി,
അവനല്ലാത്തവരോട് ആര് ദുആ ചെയ്താലും ലാ യസ്തജീബൂന ലഹും ബിശൈ, യാതൊരു നിലക്കും അള്ളാഹു ഉത്തരം തരൂല. അള്ളാഹു അല്ലാത്തവർ ആരെങ്കിലും ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം കൊടുക്കൂല. അപ്പോൾ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ. അത് അള്ളാഹു അല്ലാത്തവരോട് നടത്തിയാൽ ആ നടത്തുന്ന ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല. ഇനിയോ പ്രാർത്ഥിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ ഖുർആൻ പറയുന്നത് ഫദ്ഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥമായും നിഷ്കളങ്കമായും കൽബ് തട്ടി പ്രാർത്ഥിക്കണം. അല്ലാണ്ട് വെറുതെ അതിനെ കൈ ഉയർത്തിയിട്ട് നൊടിഞ്ഞാൽ പോരാ. കൽബിൻ്റെ അകത്തളവും ശരീരവും മനസ്സും ഒരുപോലെ അറിഞ്ഞുകൊണ്ട് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ഇൻഡിവിജ്വലായിട്ടുള്ള വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമായിട്ടായിരിക്കണം പ്രാർത്ഥിക്കുന്നത്. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമായിരിക്കണം. ഖുർആൻ പറയാണ് അള്ളാഹ് സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? വദഉ ഖൗഫൻ വതമഅ, നിങ്ങൾ ഭയത്തോടുകൂടി അള്ളാഹ് സ്വീകരിക്കുമോ എന്ന ഭയം, അതോടൊപ്പം തന്നെ വതമഅൻ, അങ്ങേറ്റത്തെ പ്രതീക്ഷയോട്ട് പ്രാർത്ഥിക്കണം. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബു മിനൽ മുഹ്സിനീൻ, അള്ളാഹുവിൻ്റെ പ്രാർത്ഥനക്കുള്ള ഉത്തരം നൽകുക എന്ന റഹ്മത്ത് നിഷ്കളങ്കരായ ആളുകളുടെ സമീപത്തുണ്ട്. ആ പ്രാർത്ഥന അള്ളാഹ് സമീപത്ത് എട്ടം സ്വീകരിക്കും കേട്ടോ. അതുപോലെ പരമാവധി വിനയത്തോടുകൂടിയായിരിക്കണം കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്. ഉദ്ഉ റബ്ബക്കും തളറുഅൻ വഖുഫിയ, വളരെ രഹസ്യമായും വളരെ വിനയത്തോടുകൂടിയും പ്രാർത്ഥിക്കണം. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അള്ളാഹു ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്ന ആളുകളെയും അതുപോലെ തന്നെ രഹസ്യമല്ലാത്ത നിലക്ക് പ്രാർത്ഥിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം പ്രാർത്ഥിക്കുന്ന ആളുകൾ രഹസ്യമായി പ്രാർത്ഥിക്കണം. വിശിഷ്യ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആരാരും അറിയാതെ രഹസ്യമായി വളരെ വിനയത്തോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അപ്പോഴേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സംഭവമുണ്ടായി. ചില ആളുകൾ അതിശക്തമായ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ വിഷയം അബൂ മൂസൽ അശ്അരി അള്ളാഹു പറയാണ്, കുന്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ, ഞങ്ങൾ നബിയോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. ഫജഅലൻ നാസ് യഹ്ജുറൂന തക്ബീർ, എല്ലാവരും അതിശക്തമായ ശബ്ദത്തിൽ ദുആ ചെയ്യാൻ തുടങ്ങി. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവരോട്, ഇർബഉ അലാ അൻഫുസിക്കും, നിങ്ങൾ സ്വയം നീതി പാലിക്കണം. നിങ്ങൾ ആലോചിക്കണം. നമ്മളെ ചില ആളുകളൊക്കെ സലാത്ത് നഗർ, പ്രാർത്ഥനാ നഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഉച്ചത്തിൽ മൈക്ക് കെട്ടി പ്രാർത്ഥിക്കുന്നതാണ് അല്ലേ. അപ്പം ഇർബഉ അലാ അൻഫുസിക്കും, എന്നിട്ട് പറയാ റസൂലുള്ളാഹി ഇന്നകുൻ ലതദഊന അസം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചെകിട് പൊട്ടാനോടല്ല. അതിശക്തമായ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചെകിട് പൊട്ടനോടല്ല, വലാ ഗായിബൻ, ഒരു വിവരം കുറഞ്ഞ ആളോടുമല്ല. ഇന്നക്കും തദഊന സമീഅൻ ഖരീബൻ, നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള എല്ലാം കേൾക്കുന്നവനായ റബ്ബിനോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് മറക്കണ്ട. വഹുവ മഅക്കും, അവൻ നിങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പതുക്കെ പ്രാർത്ഥിക്കാവൂ, രഹസ്യമായി പ്രാർത്ഥിക്കാവൂ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ് സ്വീകരിക്കാൻ ചില നിബന്ധനകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു കാര്യം റബ്ബിനോട് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ആ പ്രാർത്ഥന കൽബിൻ്റെ അകത്തളത്തുനിന്ന് വരുന്നതിന് മുമ്പ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് സലാത്ത് ചൊല്ലിയതിന് ശേഷം പ്രാർത്ഥിക്കാം. ഏത് പ്രാർത്ഥനയാലും നിങ്ങൾക്കിപ്പോൾ മനസ്സിനെ ഭരിക്കുന്ന, മനസ്സിനെ വല്ലാത്ത വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നം നിങ്ങൾക്ക് റബ്ബിൻ്റെ മുമ്പിൽ വെക്കാൻ, അത് അള്ളാഹുവിലേക്ക് ഉയരണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വാനത്തോളം ഉയർന്ന് റബ്ബിലേക്ക് എത്തണമെങ്കിൽ ആദ്യം നിർവഹിക്കേണ്ടത് നബിൻ്റെ പേരിലുള്ള സലാത്താണ്. റസൂലുള്ളാഹി പറയാണ്, കുല്ലു ദുആഇൻ മഹ്ജൂബ്, എല്ലാ പ്രാർത്ഥനകളും തടസ്സമായി നിൽക്കും, അള്ളാഹിലേക്ക് കയറൂല. ഹത്താ യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് പറയുന്നവരെ. അപ്പം ഇൻഡിവിജ്വലായിട്ടൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നബിയുടെ പേരിൽ സലാത്ത് നിർവഹിക്കുക. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, ശേഷം പ്രാർത്ഥന കേട്ടോ. അങ്ങനെ പ്രാർത്ഥിക്കണം, അപ്പോഴേ അള്ളാഹ് കബൂലാക്കുള്ളൂ. അതുപോലെ തന്നെ ഏത് പ്രാർത്ഥനയും പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ പോരാ. ഇദാ ദഅ സലാസൻ വഇദാ സഅല സലാസൻ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ 3 പ്രാവശ്യം പ്രാർത്ഥിക്കണം. റബ്ബിനോട് ചോദിക്കുമ്പോൾ 3 പ്രാവശ്യം ചോദിക്കണം. എന്താ കാരണം? ഇദാ സഅല അഹദുക്കും ഫൽ യക്സുർ, നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കുമ്പം അധികരിച്ച് ചോദിക്കണം. കാരണം എന്താ? ഫൈന്നമാ യസ്അലു റബ്ബഹു, നിങ്ങൾ ചോദിക്കുന്നത് റബ്ബിനോടാണ്. റബ്ബിനോട് ചോദിക്കുമ്പോൾ ഒരു പ്രാവശ്യം ചോദിച്ച് നിർത്തല്ല,
നിരന്തരമായി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹ് കബൂലാക്കുക കേട്ടോ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിക്കുന്ന ചില നിബന്ധനകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹ് പറയാണ്, ഉദ്ഉല്ലാഹ്, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. വഅൻതും മൂഖിനീന ബിൽ ഇജാബ, അള്ളാഹു ഉത്തരം തരുമെന്ന ദൃഢവിശ്വാസത്തോട്ട്. ദൃഢവിശ്വാസം വേണം. തരികയാണെങ്കിൽ തന്നോട്ടെ, കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളവർക്ക് തീർക്കാൻ പാടില്ല. അങ്ങനെയുള്ള പ്രാർത്ഥന അള്ളാഹ് കബൂലാക്കൂല. അപ്പം ആദ്യം നിങ്ങൾക്ക് എന്ത് വേണം? റസൂൽ പറയുന്നുണ്ടല്ലോ, ഇദാ ദാ അഹദുക്കും ഫൽയൽസിം അൽ മസ്അല, നിങ്ങൾ മനസ്സ് ഉറപ്പിച്ചുകൊണ്ടായിരിക്കണം റബ്ബിനോട് ചോദിക്കുന്നത്. വലാ യകൂനന്ന അല്ലാഹുമ്മ ഇൻ ശിഅത ഫാഖിർനി, പടച്ചോനെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എൻ്റെ കാര്യം ശരിയാക്കി തന്നാലും നിയ്യത്തുണ്ടാകാൻ പാടില്ല. അള്ളാഹുവേ നീ എനിക്ക് ഉറപ്പായി ഉത്തരം തരും എന്ന മനസ്സിൻ്റെ ഉറപ്പോടുകൂടി അള്ളാഹിനോട് ദ്വാരക്കണമെന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഖുർആൻ പറയുകയാണ്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങയോട് അള്ളാഹിനെക്കുറിച്ച് ജനങ്ങൾ ചോദിച്ചാൽ, ആരാണ് ഈ അള്ളാഹ് എന്ന് ചോദിച്ചാൽ അവരോട് നീ പറയണം, ഫൈനി ഖരീബ്, ഞാൻ അവരുടെ ഓരോരുത്തരുടെയും സമീപത്തുണ്ടെന്ന്, അവരുടെ സമീപത്ത് ഞാനുണ്ടെന്ന്, അല്ലുണ്ടെന്ന് ഉണ്ടോ. ഫൈനി ഖരീബ് ഉജീബു, ഞാൻ ഉത്തരം കൊടുക്കാം. ദഅവത്തദ്ദാ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക്. ഇദാ ദഅാനി, അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം കൊടുക്കും. ഫൽ യസ്തജീബൂലി, അതിന് ആദ്യം എന്ത് വേണം? അവന്റെ ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കണം. അള്ളാഹ്ക്ക് സമർപ്പിക്കാതെ ആപത്തുകൾ വരുമ്പോൾ മാത്രം, കഠിനമായ പ്രയാസങ്ങളും ദുരിതങ്ങളും വരിഞ്ഞു മുറുക്കുമ്പോൾ മാത്രം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന അള്ളാഹു കേൾക്കൂല. ഫൽ യസ്തജീബൂലി, അവൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അവന്റെ ജീവിതം എനിക്ക് തരണം. എന്നിട്ടോ വൽ യുഅ്മിനൂ ബി, എന്നിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവണം. എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കുമെന്നുള്ള അചഞ്ചലമായ വിശ്വാസം. അതോടുകൂടി വിശ്വാസിക്കിൻ്റെ കൽബിനും വിശ്വാസിൻ്റെ ജീവിതത്തിനും വലിയൊരു അത്താണിയാണ്. ഞാനെല്ലാം എൻ്റെ റബ്ബിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തെല്ലാം പ്രയാസങ്ങളാണ്, എന്തെല്ലാം ദുരിതങ്ങളാണ് ഭൂമിയിൽ ആണും പെണ്ണും അനുഭവിക്കുന്നത്, എന്തെല്ലാം രോഗങ്ങൾ അല്ലേ, വൈവിധ്യങ്ങളായ രോഗങ്ങൾ. ഇന്നലെ വരെ യാതൊരുവിധ അസുഖവുമില്ലാതെ കിടന്നുറങ്ങിയ മനുഷ്യൻ രാവിലത്തേക്ക് കൊഴിഞ്ഞു പോകുന്നു. കാണില്ലേ? ഇത് നാളെ നമുക്കുള്ളതാ. അതുകൊണ്ട് കൽബറിഞ്ഞ് അള്ളാഹിനോട് ദുആ ചെയ്യണം കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പറഞ്ഞ അങ്ങനെയാണ്, ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബൂ ലി. അതിന് നിങ്ങൾ ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് എന്ത് വേണം? അള്ളാഹ്ക്ക് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കണം. നിങ്ങൾ അള്ളാഹിന്റെ താല്പര്യങ്ങൾക്ക് ജീവിതത്തിന് സ്ഥാനം കൊടുക്കണം. അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ പരമാവധി ജീവിച്ചിട്ട് വേണം റബ്ബിനോട് ദുആ ചെയ്യാൻ. നിങ്ങൾ ജീവിതം പിശാചിനും പ്രാർത്ഥന അള്ളാഹ്ക്കും ആക്കരുത് കേട്ടോ. പലരും അങ്ങനെ ജീവിതം മോഹം തീർത്ത് ജീവിക്കുക. നമ്മളുടെ മോഹം തീർക്കാൻ വിചാരിച്ച കയ്യോ പാരാവാരം പോലെ പടർന്നെടുക്കുക അല്ലേ. നമ്മളുടെ മോഹങ്ങൾ ഒരിക്കലും കൊട്ടിട്ട് മൂടാൻ കഴിയില്ല. അത്രമാത്രം ആകാശത്തോളം വിസ്തൃതമാണ് മോഹങ്ങൾ. അപ്പോൾ മോഹങ്ങളെല്ലാം തീർന്നതിന് ശേഷം അള്ളാഹ്ക്ക് സമർപ്പിക്കാന്നല്ല, ജീവിതത്തിൽ പ്രയാസം വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹ്ക്ക് ജീവിതം സമർപ്പിച്ച് നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചു നോക്കി. അള്ളാഹ് ഉത്തരം തരും, സംശയിക്കണ്ട, തന്നിരിക്കും. അതാ അള്ളാഹ് പറയുന്നത്. എന്ത്? അത് മാത്രം വൽ യുഅ്മിനൂ ബി, അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ, അള്ളാഹ് ഉത്തരം തരും. ഏത് നിലയിലുള്ള പ്രയാസങ്ങൾ വന്നാലും. വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ അറിയോ? ദുരിതങ്ങൾ നിരന്തരമായി, മുസീബത്തുകൾ നമ്മളെ നിരന്തരമായി വിട്ടുമാറാതെ പിടികൂടും അല്ലേ. ഒന്ന് കഴിയുമ്പോൾ ഒന്ന്, ഒന്ന് കഴിയുമ്പോൾ ഒന്ന്, അങ്ങനല്ലേ. ഒന്ന് സാമ്പത്തികം, അത് കഴിഞ്ഞ് സാമ്പത്തികം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് നിറവേറ്റി വന്നപ്പോൾ കുടുംബ പ്രശ്നം എല്ലാം കൂടി തീർത്തു വന്നപ്പോൾ മക്കളുടെ പ്രശ്നം എല്ലാം കൂടി തീർത്തു വന്നപ്പോൾ അവനാൻ്റെ സ്വന്തം ശരീരം അല്ലേ. അങ്ങനല്ലേ? ആർക്കും സമാധാനവും സന്തോഷവും ഇല്ല. ഖുർആൻ പറയാണ്, വമാ അസാബക്കും മിൻ മുസീബ, നിങ്ങൾക്കൊരാപത്തും അല്ലാഹു നൽകുന്നില്ല. ഫബിമാ കസബത്ത് ഐദിഹിം, സ്വന്തം കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അപ്പം നമ്മളുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് നമുക്ക് അള്ളാഹു ആപത്തുകൾ കൊണ്ടുവരുന്നത്. എന്നാൽ അള്ളാഹു പരീക്ഷിക്കാൻ തരും കേട്ടോ. അപ്പം എല്ലാ രോഗങ്ങളും കയ്യിലിരിപ്പുണ്ടല്ല, എന്നാൽ കയ്യിലിരിപ്പ് കൊണ്ട് കുറേ രോഗങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു ജീവിതത്തേക്ക് ഇട്ടുതരും. കയ്യിലിരിപ്പുണ്ട്. യഅ്ഫുൻ കസീർ, ധാരാളം നിങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോഴും അള്ളാഹു ഒക്കെ മാപ്പാക്കും. ധാരാളം കാര്യങ്ങൾ മാപ്പാക്കും. നിങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മകൾക്ക് കയ്യും കണക്കുമില്ല. എന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്തു?
വീണ്ടും തമ്മാടുത്തങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴൊക്കെ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരും. യഅഫു അൻ കസീർ. എന്നിട്ടും അല്ല പറയാം ഒമാ അൻതും ബി മുഅ്ജിസീന ഫിൽ അർദ്. നിങ്ങൾ ഭൂമിയിൽ അള്ളാഹ്ക്ക് പിടികിട്ടാ പള്ളികളൊന്നല്ല. നിങ്ങൾ എന്താരോഗ്യമുള്ളവരായാലും എത്ര സാമ്പത്തിക ശേഷിയുള്ളവരായിരുന്നാലും നിങ്ങൾ ഏതെല്ലാം വിജ്ഞാന ശാഖകൾ നേടിയാലും നിങ്ങൾ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് പോകും. ഇതെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് കേട്ടോ. രാജ്യം ഭരിച്ചവരെവിടെ? ഭരണാധികാരികൾ ഇന്നെവിടെ? അയിന നമ്രൂദ്, അയിന കൻആൻ, അയിന ഫിറഔൻ, എവിടെ? ഇവരെല്ലാം പോയില്ലേ? കാലത്തിൻ്റെ ജവനികക്കുള്ളിലേക്ക് എല്ലാവരും ഭൂമിയിൽ അടക്കി ഭരിച്ചവരാണ്, സുഖമായി ജീവിച്ചവരാണ്, ഒക്കെ പോയില്ലേ? ഈ കാലഘട്ടത്തിൽ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് കാണുന്നു. ലോകം മുഴുവൻ കൈവെള്ളയിൽ ഒതുക്കിയ സമ്പന്നന്മാർ ഒന്നുമില്ലാതെ 3 കണ്ടം തുണിയുമായി റബ്ബിൻ്റെ കോടതിയിലേക്ക് പോകുന്നത് നമ്മൾ കാണാറുണ്ട്, അല്ലേ? ആണും പെണ്ണും, ഇല്ലേ? അതുവരെ അവരനുഭവിച്ച സുഖങ്ങളെല്ലാം എവിടെ പോയി? എല്ലാം കഴിഞ്ഞു. അതാ അള്ളാഹ് പറഞ്ഞത്, സ്വന്തം കയ്യിരിപ്പ് കൊണ്ടാണ് അള്ളാഹു വലിയ വലിയ മുസീബത്തുകൾ, താങ്ങാനാവാത്ത മുസീബത്തുകൾ തുടരെ തന്നുകൊണ്ടിരിക്കും. എന്താ പറയാ? ഒമാ ലഹും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. നിങ്ങൾക്ക് ഈ ദുരിതങ്ങളിൽ നിന്ന്, കട്ടപ്പാടിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരു ഒലിയിനോ ആരെങ്കിലും ഒരു സഹായിക്കോ സാധ്യമല്ല, അള്ളാഹ്ക്കല്ലാണ്ട്. അതുകൊണ്ട് അള്ളാഹിനോട് കേൾക്കണം. ഈ ആയത്തിനെ അല്ലാമ ഇബ്നു ജരീർ തബരി വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഒമാ യുസീബുക്കും അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് ബാധിക്കുന്നില്ല മിൻ മുസീബത്തിന് ഒരു മുസീബത്തും ഫി ദുനിയാ ഫി അൻഫുസിക്കും, ദുനിയാവിൽ വെച്ച് നിങ്ങളുടെ സ്വന്തം ശരീരം ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കുന്നില്ല. അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബങ്ങളും അനുഭവിക്കുന്നില്ല. അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തുകളും അനുഭവിക്കുന്നില്ല. ഫബിമാ കസബത്ത് ഐദീക്കും, നിങ്ങളുടെ കൈ പ്രവർത്തിച്ചതുകൊണ്ടല്ലാണ്ട്, സ്വന്തം കൈ കൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ്. പലതരം രോഗങ്ങൾ നോക്കേണ്ടികൾ അല്ല പറഞ്ഞു, എന്ത്? നിങ്ങൾ തിന്നോളി കുടിച്ചോളി, കുലു വഷ്റബു, തിന്നോളി കുടിച്ചോളി. അത് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അതാണ് അല്ല പറഞ്ഞതെന്ന് പറഞ്ഞ് പരീക്ഷിച്ചിരുന്നു, അല്ലേ? കുലു വഷ്റബു അല്ല പറഞ്ഞതാണെന്ന് പറഞ്ഞേ. പക്ഷെ അല്ല ഇതിന് തൊട്ടടുത്ത് പറഞ്ഞത് ഒലാ തുസ്രിഫു, അമിതാക്കരുത്. എന്താ അമിതാക്കിയാൽ? ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അള്ളാഹ്ക്ക് ഇഷ്ടല്ല ദുർവ്യയം ചെയ്ത് കൂടുതൽ തിന്നുന്നവരെ, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവരെ. അൽ മീതത്തു ബൈത്തുദ്ദാ, ഈ ആയത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് റസൂൽ പറയാണ്, രോഗത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് നമ്മളുടെ ആമാശയം. ആമാശയത്തിൽ നിന്നാണ് സകല രോഗങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് ഭക്ഷണം നിയന്ത്രിക്കണം. ഉണ്ടെന്ന് കരുതിയിട്ട് വാരി വലിച്ച് തിന്നരുത്. അപ്പം എന്തുണ്ടായി? വൻകുടലിൽ മുഴുവൻ പോയിട്ട് ലോഡായി, അവസാനം അത് ക്യാൻസറായി, പിന്നെ മുറിച്ചു മാറ്റി, അല്ലേ? ഒരൊറ്റ നിയമം ഇപ്പം നിങ്ങൾ കയ്യിലിരിപ്പുണ്ടല്ലേ? അധിക രോഗങ്ങളും പരിമിതമായ രോഗങ്ങളാണ് അള്ളാന്റെ പരീക്ഷണം എന്നുള്ളതിലേക്ക് വരുന്നത്. മഹാഭൂരിപക്ഷം രോഗങ്ങളും നമ്മളുടെ നേരെ വരുന്നത് നമ്മളുടെ കയ്യിലിരിപ്പുണ്ടാണ്, അതാണായാലും പെണ്ണായാലും. പക്ഷെ കയ്യിലിരിപ്പ് അത് രോഗം വന്നാൽ മാത്രമാണ് നമ്മൾ അള്ളാഹിനോട് ദ്വാരക്കലും. എന്താ നിലവിളി അറിയങ്ങൾ? ഭയങ്കര കരച്ചിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് മാത്രം ദ്വാരക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ശക്തമായി പ്രബോധനം ചെയ്തു മക്കയിൽ. ആ സമയത്ത് അബൂജാഹിലിന്റെ മകൻ ഇക്രിമത്ത് യാതൊരു രക്ഷയില്ലാണ്ട് മക്കത്ത് നിന്ന് നാടുവിട്ട് കപ്പലിൽ കയറിയിട്ട് അദ്ദേഹം മുഹമ്മദ് നബിൻ്റെ പ്രബോധനം കേൾക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ അദ്ദേഹം കപ്പലിൽ കയറി. സൂറത്ത് അങ്കബൂത്തിൽ അള്ളാഹു ആ വിഷയം പറയുന്നുണ്ട്. വൈദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വൈദാ റകിബു ഫിൽ ഫുൽക്, അവർ കപ്പലിൽ കയറി. എന്തിന്? അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ട് കപ്പലിൽ കയറി. അങ്ങനെ കപ്പലിന് കാറ്റും കോളും ബാധിച്ച് കപ്പൽ മറിയാൻ പോവുകയാണ്. അപ്പോഴോ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ആ കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും നിഷ്കളങ്കമായി ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അള്ളാഹ് പറയാം, ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി, അങ്ങനെ അവരുടെ പ്രാർത്ഥനക്ക് അള്ളാഹു സ്വീകരിക്കുകയും കരയിലേക്ക് നാം അവർ രക്ഷപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഇദാഹും യുശ്രികൂൻ, അവർ വീണ്ടും ശിർക്ക് ചെയ്യാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹിനെ വിളിച്ച കൂടി തന്നെ നേർച്ചക്കാരെയും ഞങ്ങളുടെ ഔലിയാക്കന്മാരെയും തങ്ങന്മാരെയും ഒക്കെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവിടെ കഴിച്ചിട്ടായത്. അങ്ങനത്തല്ല എപ്പോഴും പറയല്. ഭൂരിപക്ഷം ആളുകളവനാ. രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹും നേർച്ചക്കാരും നമ്മളെ തങ്ങന്മാരും നമ്മളെ ഔലിയാക്കന്മാരും CM മടവൂരും ഒക്കെ രംഗത്ത് വരും രക്ഷപ്പെട്ടാൽ. അല്ല പറയാണ്, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അള്ളാഹുവിനോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളുടെയും പ്രാർത്ഥന അള്ളാഹ് കബൂലാക്കൂല.
അതാണ് ഒന്നാമത്തെ നിബന്ധന. മറ്റൊന്നോ നമ്മൾ പറഞ്ഞെന്താ, വളരെ രഹസ്യമായിരിക്കണം, നിഷ്കളങ്കമായിരിക്കണം, പ്രതീക്ഷ ഉണ്ടാവണം, അല്ലേ? അതോടൊപ്പം വിനയമുണ്ടാവണം പ്രാർത്ഥനയ്ക്ക്. അപ്പോഴേ അള്ളാഹ് സ്വീകരിക്കുകയുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഒരു അശ്രദ്ധമായ കൽബിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കില്ല. അപ്പം നമുക്ക് നമ്മളെ വീട്ടിലോ നമുക്കോ അതിശക്തമായ മാരകമായ രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടർമാർ പറയും ഞങ്ങളെ കൊണ്ടാവുന്ന വിധമൊക്കെ ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ട്, നിങ്ങളുടെ ദൈവത്തോട് പറഞ്ഞോളി. ഓല് ദൈവം പറയും, അല്ലെങ്കിൽ മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ പടച്ചോനോട് പറഞ്ഞോളൂ, അല്ലേ? അപ്പോഴാണ് മൗലവിമാരോടൊക്കെ ഒന്ന് പറയാം, വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം പറയാം, ആരുടെ ദുആ സ്വീകരിക്കുന്ന. അപ്പം കേട്ടെങ്കിൽ ആർക്ക് വേണ്ടി ആര് ദുആർന്നാലും ആരുടെ ദുആ സ്വീകരിക്കൂ. ഫൽയസ്തജീബൂലി, ജീവിതം അള്ളാഹ്ക്ക് സമർപ്പിക്കണം. ഓൻ്റെ പ്രാർത്ഥന അള്ളാഹ് കബൂലാക്കൂ, ഓൻ്റെ അടുത്ത് അള്ളാഹ് ഉണ്ടാവൂ. നിങ്ങൾ പിശാചിൻ്റെ കൂടെ രാപ്പകലില്ലാണ്ട് ജീവിച്ചിട്ട് നിങ്ങൾക്ക് പ്രയാസം വന്നപ്പോൾ അള്ളാഹിനോട് ദുആർന്ന അള്ളാഹ് സ്വീകരിക്കൂല കേട്ടോ. അത് നിങ്ങളാണ് സ്വീകരിക്കുമോ? നിങ്ങളെ ഞാനിങ്ങനെ ചീത്ത അറിയാം നിരന്തരമായിട്ട്. എന്നിട്ട് എനിക്കൊരു പ്രയാസം വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ട് സഹായം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങളല്ലേ ഇത്രയും കാലം നമ്മളെ ചീത്ത അറിഞ്ഞു തരൂല അറിയും, അല്ലേ? അത് പഠിച്ചോ മാത്രമല്ല, നമ്മൾ തരില്ല. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നിർദ്ദേശമാണ്, നിങ്ങൾക്ക് വരുന്ന എല്ലാ ആപത്തുകളും കയ്യിലിരിപ്പുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവാം, അംവാലിക്കും നിങ്ങളുടെ മക്കൾ സമ്പത്തുക്കളിലുണ്ടാകാം. ഫബിമ കസമത്തായിരിക്കും എന്നിട്ട് പറയാം, ഫൈനമ യുസീബക്കും, നിങ്ങൾക്ക് വരുന്ന ആപത്തുകൾ ഉഖൂബത്ത മിനല്ലാഹിലക്കും, നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയാണ്. ഉണ്ടോ? ചില രോഗങ്ങളും ചില പ്രയാസങ്ങളും അള്ളാഹു ശിക്ഷയായി കൊടുക്കും. തിരിച്ചു വരാനേ, നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ വേണ്ടിയേ ഒരുപാട് ദൂരം പിശാചിൻ്റെ കൂടെ നടന്നവരെ അള്ളാഹുവിലേക്ക് തിരിച്ചു നടത്താൻ അള്ളാഹു ചിലപ്പോൾ ശിക്ഷയാക്കി കൊടുക്കും. കയ്യിലിരിപ്പും ഉണ്ടേ, അതാ കാരണം. ബിമാ ഇജ്തറംതും മിനൽ ആസാം, നിരവധി കുറ്റകൃത്യങ്ങളും പാപങ്ങളും സമ്പാദിച്ചതിനാൽ. ഫീമ ബൈനക്കും ബൈന റബ്ബിക്കും, നിങ്ങളുടെയും നിങ്ങളുടെ റബ്ബിൻ്റെയും ഇടയിൽ എണ്ണിയാൽ ഒതുങ്ങാത്ത പാപങ്ങളുമായി ജീവിച്ചതിൻ്റെ ഫലമായും അള്ളാഹു ശിക്ഷയായിക്കൊണ്ടും അള്ളാഹു നമുക്ക് പലതരം പ്രയാസങ്ങൾ നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ സ്വന്തം ശരീരത്തിലും അള്ളാഹു നൽകും. ഇതിനൊക്കെ നൽകുമ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം അള്ളാഹുവിലേക്ക് അടുക്കൽ മാത്രമാണ്. ഉണ്ടാവും. അതുപോലെ തന്നെ പ്രാർത്ഥന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാവണം. അല്ലാണ്ട് ഒരു ദിവസം എന്തെങ്കിലും സമയത്ത് മാത്രം പോരാ. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട കാര്യം അതാണ് കേട്ടോ. ഒന്നെന്താ അറിയോ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾ അള്ളാഹിനോട് ദ്വാരക്കണ്ട. അങ്ങനെ അതിനോളം ഇഷ്ടമുള്ളൊരു ഇബാദത്തും ഒരു മുസ്ലിമും ചെയ്യുന്നില്ല അള്ളാഹിനോട് ദ്വാരക്കണേക്കാൾ. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുമ്പോഴല്ല, പ്രശ്നം ഇല്ലാത്തപ്പോഴും നിങ്ങൾ ദ്വാരക്കണില്ലേ? അത്തയ്യാത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കൽ, അല്ലാഹുമ്മ ഗഫിർലി, പടച്ചോനെ എനിക്ക് പുറത്തു കൊണ്ട മാ ഖദ്ദംതു, അള്ളാഹുവെ ഞാൻ നിന്റെ നിയമം മറികടന്നു പോയി ചെയ്തത്, അല്ലേ? ഒമാ അഖർതു, അള്ളാഹുവെ നിന്റെ നിയമത്തിലേക്ക് എത്താതെ പോയത്, അല്ലേ? ഒമാ അസ്റർതു, പടച്ചോനെ രഹസ്യമായി ചെയ്തത്. ഒമാ അയലൻതു, ഞാൻ പരസ്യമായി ചെയ്തതൊക്കെ പടച്ചോനെ പുറത്തുണ്ട് പറയുന്നില്ലേ? പക്ഷെ അറിയുന്നില്ല. അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു മാ അഖർതു, അതിങ്ങനെ അടിച്ചു വിടുകയാണ്. അതൊരു സ്പീഡ് പോയാലേ അത് പൂർത്തിയാവുള്ളൂ. നിങ്ങളിങ്ങനെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അള്ളാഹിനോട് ദ്വാരുന്നാൽ അത് ആ അത്തയ്യാത്ത് പൂർത്തിയാവില്ല. അത് ചിലപ്പോൾ ഒത്തീനി ജെയ്ത്തൂനിൽ പോയി നിൽക്കും. അലൈസല്ലാഹു ബി അഹ്കമിൽ ഹക്കീം എന്ന് പറയും. കാരണം അത് അങ്ങനെ പഠിച്ചതാ. അള്ളാഹിനോട് ഇടപെട്ട് എൻ്റെ ദുരിതങ്ങളും പ്രയാസങ്ങളും എൻ്റെ കട്ടപ്പാടുകളും ഇറക്കി വെക്കാനുള്ള ഒരു അത്താണിയായിട്ട് കണ്ടുകൊണ്ട് പഠിച്ച പ്രാർത്ഥനകളല്ല, അങ്ങനെ അടിച്ചു വിട്ടതാണ്. അപ്പം അതുകൊണ്ട് അള്ളാഹ് റസൂൽ പറയാം, ലൈസ ഷൈഉൻ അക്റമ അലല്ലാഹി മിന ദുആ, അള്ളാഹ്ക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്തും നിർവഹിക്കാനില്ല. നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തിൽ ഏറ്റവും അഫ്ളലായത് അള്ളാഹിനോടുള്ള ദുആണ് കേട്ടോ. ഇന്ന ദുആ ഇബാദത്തുള്ള പ്രാർത്ഥന, അള്ളാഹിനോടുള്ള ആരാധനയാണ്. ഫമൻ തറക്കഹ, പ്രാർത്ഥന നിർത്തിവെച്ച ആരായാലും, പ്രാർത്ഥന നിർത്തിവെച്ച ആളുകളെ പറ്റി റസൂൽ പറയാണ്, അഅ്ജസന്നാസ്, ഓൻ ഭൂമിയിൽ ജീവിച്ചവരിൽ തോറ്റുപോയവനാണ്. പ്രാർത്ഥന നിർത്തിവെച്ചാൽ ഭൂമിയിൽ ജീവിച്ച തോറ്റുപോയവൻ, ആണായാലും പെണ്ണായാലും. അതെങ്ങനെ പ്രാർത്ഥിക്കണം അത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം. ഇപ്പോൾ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ റസൂൽ കൂട്ടുപ്രാർത്ഥന പഠിപ്പിച്ചില്ല.
അത് നിങ്ങൾക്ക് ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ടാണ് ചെയ്യേണ്ടത് അല്ലേ? റസൂൽ എന്ത് പറഞ്ഞു? നിങ്ങൾ അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞാൽ ലം യഖൂദ് റസൂൽ, അള്ളാന്റെ റസൂൽ ഇരുന്നില്ല, മുസല്ലിൽ ഇരിക്കൂല ഇത് പറയുന്ന സമയം വരെ അല്ലാതെ. ഏത്? അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്ന സമയം വരെ അല്ലാതെ റസൂൽ മുസല്ലിൽ ഇരിക്കൂല, മാറിയിരിക്കും. എന്നിട്ട് റസൂല്ലാക്ക് പ്രാർത്ഥിക്കാനുള്ള റസൂല്ല പ്രാർത്ഥിക്കും, സഹാബത്തിന് പ്രാർത്ഥിക്കാനുള്ള സഹാബത്ത് പ്രാർത്ഥിക്കും. അല്ലാണ്ട് ഒരാൾ പ്രാർത്ഥിക്കുക എല്ലാവരും കൂടി ആമീൻ പറയാം, അത് നമസ്കാര ശേഷം നബി പഠിപ്പിച്ചില്ല. ഇപ്പം നേരെ മറിച്ച് നിങ്ങൾ നോക്കൂ, ഞാൻ മിമ്പറിൻ്റെ മുകളിൽ കയറി ഞാൻ ആദ്യം നമുക്ക് കുറച്ച് പ്രാർത്ഥനകൾ, വളരെ അത്യാവശ്യമായ പ്രാർത്ഥനകൾ നിർവഹിച്ചു അല്ലേ? അത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്, അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ പ്രാർത്ഥന നിർവഹിക്കൂല. നേരെ മറിച്ച് നമ്മൾ ഓരോരുത്തരും, നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പം ഈ പള്ളിയിൽ 1000 ആൾ ജുമാ കൂടിയിട്ടുണ്ടെങ്കിൽ 1000 പ്രാർത്ഥന അള്ളാഹിനോട് നടത്തുന്നുണ്ട് അല്ലേ? 1000 ആളുകളുടെ വിഷയങ്ങളും വേറെ വേറെ അല്ലേ? ഒരാൾക്ക് ക്യാൻസറാണ്, വേറൊരാൾക്ക് അറ്റാക്ക് വന്നതാണ്, വേറൊരാൾക്ക് സ്ട്രോക്ക് വന്നതാണ്, വേറൊരാൾക്ക് സമ്പത്ത് മുഴുവൻ മുടിഞ്ഞു പോയതാണ്, വേറൊരാൾക്ക് മക്കൾ മുഴുവനും വഴിതെറ്റി യാത്ര ചെയ്യുന്നവരാണ്, വേറൊരാൾക്ക് സ്വന്തം ഭാര്യ തന്നെ അവഗണിക്കുന്നതാണ്. അങ്ങനെ ഓരോരുത്തരുടെയും പ്രശ്നം വേറെ വേറെയാണ്. അവരെല്ലാം റബ്ബിനോട് കൈ ഉയർത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഭയങ്കര ഇഷ്ടമാണ്. ഇതെങ്ങാനും നിർത്തിവെച്ചാൽ ഭൂമിയിൽ ഏറ്റവും പരാജിതൻ അവനാണ്. റസൂൽ പറയാണ്, ഇന്ന അഅ്ജസന്നാസ് മൻ അഅ്ജസ ഫിദ്ദുനിയ, ദുനിയാവിലെ ഏറ്റവും വലിയ പരാജയൻ മനുഷ്യന്മാരെ കൂടുതൽ മൻ അഅ്ജസ ഫിദ്ദുനിയ, ദുആ നിർത്തിവെച്ചവരാണ്. ദുആ ചെയ്യുന്നത് നിർത്തിവെച്ചാൽ അവൻ ഭൂമിയിലെ പരാജിതനാണ്, അവൻ്റെ പണി കഴിഞ്ഞ്. നമ്മളൊക്കെ എന്താ പറയുക അറിയോ? ഞാൻ കാര്യമായ തെറ്റവും ചെയ്തില്ലല്ലോ, പിന്നെ എന്ത് തീർക്കാനാ? നിസ്കരിച്ചില്ലേ, ഞാൻ നോമ്പ് വെച്ചില്ലേ, ഞാൻ ഉംറക്ക് പോയില്ലേ, ഇനി എന്ത് തീർക്കാനാ? എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു അല്ലേ? അത്യാവശ്യമൊക്കെ അയക്കുന്നു എനിക്ക് നല്ല പറയാ. അല്ലാഹ് റസൂൽ പറയാ എന്ത്? റസൂലുള്ളാ ഇന്നി അതൂബ് ഫിൽ യൗമി മിഅത്തമറ, ലോകത്ത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകങ്ങൾക്ക് കാരുണ്യമായി അള്ളാഹു അയച്ച അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 പ്രാവശ്യം അള്ളാഹിനോട് ദുആ ചെയ്യുകയും തൗബ ചെയ്യും. 100 പ്രാവശ്യം. രാത്രിയിലൊക്കെ നിന്നിട്ട് നമസ്കരിച്ചിട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാല് വിണ്ട് കീറിപ്പോയി. അപ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട അങ്ങ് എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, കാലിൽ നീര് വന്നുണ്ടല്ലോ? അപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി എന്താ അറിയോ? അതെനിക്ക് ചെയ്തു തന്ന അള്ളാഹിനോട് അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശക്കൂറ, ഒരു നന്ദിയുള്ള ദാസനാവണ്ടേ ആയിഷ ഞാൻ ആ അനുഗ്രഹം ചെയ്തു തന്നതിന്, പുറത്ത് തന്നതിന്, അതിന് നന്ദി കാണിക്കുന്ന രൂപാപ്പത്. നമ്മളുടെ എല്ലാം തികഞ്ഞാൽ നമ്മളൊന്നും അള്ളാഹിനോട് തീർക്കാനില്ല. അത്യാവശ്യം തികഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗവുമില്ല, പ്രശ്നങ്ങളുമില്ല, ബുദ്ധിമുട്ടുമില്ലാത്ത ആൾക്കാർ പലപ്പോഴും പള്ളിയിൽ വരും. അങ്ങനെ ഓരോ ജുമ അങ്ങനെയാണ്, ഓരോന്നും അള്ളാഹിൻ്റെ തെതുക്കിറത്ത് ഉപദേശങ്ങൾ കേൾക്കാൻ നോലുണ്ടാവില്ല. ഓരങ്ങനെ വരും. ഒരു വെള്ളിയാഴ്ച ജുമാക്ക് പോയി നിസ്കരിച്ചോ? ഓ നിസ്കരിച്ചു. പെരുന്നാൾ കഴിഞ്ഞോ? ഓ നോമ്പ് പറ്റോ? ഓ 30 ദിവസത്തെ നോമ്പും ഒക്കെ കഴിഞ്ഞു. എന്നാൽ എന്താ ഈ മായത്? ഒന്നും ആയില്ല. റബ്ബിലേക്ക് അടുക്കണം. അള്ളാഹിനോട് അടുക്കാൻ കഴിയാണ്ട ഒരു കാര്യമില്ല. റസൂൽ പറഞ്ഞത് ഇന്ന ദുആ, തീർച്ചയായും പ്രാർത്ഥന യൻഫഉ മിമ്മാ നസൽ, യൻഫഉ ഫലം ചെയ്യും, മിമ്മാ നസൽ വാനം ഇറങ്ങിയ പരീക്ഷണം. വാനപ്പം ഇറങ്ങിയ പരീക്ഷണം ഉണ്ട്. ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടില്ല, അതൊക്കെ അതിന് ഫലം ചെയ്യും. ഒമിമ്മാ ലം യുൻസിൽ, ഇതുവരെ ഇറങ്ങിയിട്ടില്ലാത്ത ഇനിയും വരാനിരിക്കുന്ന ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അതൊക്കെ നീക്കാൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. വാനം ഇറങ്ങിയ പ്രയാസങ്ങളും ഇനി വാനം ഇറങ്ങാനുള്ള പ്രയാസങ്ങളും ഇല്ലാതെയാക്കാൻ പ്രാർത്ഥന കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കുക കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമ്പം എന്തിനധികം പറഞ്ഞു? റസൂലുള്ള പറയാണ്, പ്രാർത്ഥന എന്ന പ്രശ്നം ഉണ്ടായിട്ടല്ല. ഇപ്പം നിങ്ങൾ വാഹനത്തിൽ കയറും പ്രാർത്ഥിക്കണ്ട, എന്ത് പ്രശ്നമുള്ളത്? വാഹനത്തിൽ കയറും പ്രാർത്ഥിക്കില്ലേ? പ്രശ്നം ഉണ്ടായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കില്ല. വാഹനത്തിൽ കണ്ട് കയറും അല്ലേ? സ്കൂട്ടറിലും ഇപ്പോൾ ചെറുപ്പക്കാരായാലും വയസ്സന്മാരായാലും ഒക്കെ. കാരണം ഓൽ നെളിഞ്ഞിരിക്കുക, ഭയങ്കര വലിയ കോടികളുടെ വിലയുള്ള വണ്ടിയാണ് അല്ലേ? ഞാൻ അത്ര ഒന്നും വേണ്ട. ഇപ്പൊക്കെ സ്കൂട്ടറിനൊക്കെ 2 ലക്ഷം റുപ്യ തോന്നുന്നു. എന്നോട് വെച്ചാൽ അറിയാം. ഇപ്പം എല്ലാം കറണ്ട് ബില്ലുള്ള പണിയില്ലേ? നമ്പർ ഇങ്ങനെ അമർത്ത, സാധാരണ അല്ലാണ്ട് തന്നെ നമ്പർ അമർത്തി നമ്മൾ നമ്പർ അയക്കുന്നു. ഫോണിൽ അമർത്തി. ഇപ്പം വാഹനങ്ങളും നമ്പറിലാണ്.
അല്ലേ? എന്നിട്ടോ ദ്വാരക്കലുണ്ട് ഇല്ല, അടിച്ചു വിടുക. ഒരൊറ്റ പ്രാർത്ഥന നടത്തിക്കൂടെ? സുബ്ഹാനല്ലദീ സഖർ ലനാ ഹാദാ, പടച്ചോനെ ഇത് ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തുന്ന അല്ലാഹുവേ, ഈ വാഹനം ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കീഴ്പ്പെടുത്തുന്ന അല്ലാഹുവേ, നീ പരിശുദ്ധനാണ്. സുബ്ഹാനല്ലദീ സഖർ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല പടച്ചോനെ. എന്തൊരു വിനയം അല്ലേ? വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, പടച്ചോനെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അവസാനത്തോട്ടാണ് പറഞ്ഞിട്ടാ കയറുന്നത്. ഉണ്ടോ? എത്ര ആളുകളാ ആക്സിഡന്റിൽ മരിക്കുന്നത് ഈ പ്രാർത്ഥന നടത്തിയിട്ടാ പറഞ്ഞെങ്കിൽ പോയതെങ്കിലോ? ആലോചിച്ച് നോക്കുള്ളൂ. വഇന്നാ ഇലാ റബ്ബിനാ. അപ്പം ഇവിടെ എന്താ ദുരിതം ഉണ്ടായിട്ടാണോ, പ്രയാസം ഉണ്ടായിട്ടാണോ? വാഹനത്തിൽ കാര്യപ്പോൾ പ്രാർത്ഥിച്ച. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദാമ്പത്യ ബന്ധം പുലർത്തും വരും റസൂല പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ? അവിടെ എന്താ ദുരിതമാണോ? റസൂല പറയാം, ഖാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്ന അഹദഹും ഇദാ അറാദ അൻ യഅതി അഹ്ല, തൻ്റെ ഭാര്യയുമായി സംസർഗം പുലർത്താൻ വേണ്ടി ഉദ്ദേശിച്ചാൽ, ഖാല നബി പറയും ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ, അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താൻ, പടച്ചോനെ പിശാചിനെ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. കണ്ടോ? ദാമ്പത്യ ബന്ധം പുലർത്തും വരെ ശൈത്താൻ വരും. ഭാര്യ അല്ലാത്ത ആൾക്കാരെ നിയത്തിക്കണമില്ലേ? ഭർത്താവല്ലാത്ത പുരുഷന്മാർ നിയത്തിക്കണമില്ലേ? അതിലേക്കൊന്നും ഞാൻ കടക്കണില്ല. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും, ശൈത്താൻ അകറ്റി തരണേ. ഉണ്ടോ? ഇപ്പോൾ ഇവിടുത്തെ ദുരിതം ഉണ്ടായിട്ടാ അല്ല. അപ്പോൾ റസൂല പറയാം, ജന്നിബ് ശൈത്താനമ്മ റസക്തന, പടച്ചോനെ ഞങ്ങൾക്ക് നൽകുന്ന മക്കളിൽ നിന്നും ഈ ബന്ധത്തിലൂടെ ഒരു മകനെയോ മകളെയോ തീരുകയാണെങ്കിൽ പടച്ചോനെ ആ കുട്ടിയെയും പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമുണ്ടോ? പ്രാർത്ഥിക്കേണ്ടത്. ഫൈനഹു ഇൻ യുഖദ്ദിർ ബൈനഹുമാ വലദ്, ഈ ബന്ധത്തിൽ അള്ളാഹു ഒരു കുട്ടിയെ തരാൻ വേണ്ടി കതറാക്കിയിട്ടുണ്ടെങ്കിൽ ലൻ യളുറഹു ശൈത്താൻ അബദ, ആ കുഞ്ഞിനെ ഒരിക്കലും പിശാച് ബാധിക്കൂല. എന്നാള് നമുക്കതിനൊക്കെ നേരമുണ്ടോ? നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥന ഉണ്ടെന്ന് അറിയോ? അതുമില്ല. ഈ പള്ളിയിൽ ഞാൻ അടക്കമുള്ളവരോടാണ് ചോദിക്കുന്നത്, ദാമ്പത്യ ബന്ധം പുലർത്തുമ്പോൾ പ്രാർത്ഥിക്കുന്നവർ എത്ര ആളുണ്ടാവും? കയ്യൊന്നിക്കാൻ പറഞ്ഞാൽ ഒരാളുണ്ടാവും, അല്ല ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ മക്കൾ ഇറങ്ങുന്നതൊക്കെ ശൈത്താൻ കുട്ടികളായിട്ടാണല്ലോ, ഇസ്ലാമിൻ്റെ മക്കളായിട്ടല്ലല്ലോ. അപ്പം ദുആ എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ദുആ എന്ന് പറഞ്ഞത് ഭയങ്കര അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ആയുധം നഷ്ടപ്പെട്ട വിശ്വാസിക്കുള്ള ആയുധമാണ് പ്രാർത്ഥന. ആയുധം നഷ്ടപ്പെട്ട ഒരു പോരാളിക്ക് നിർവഹിക്കാനുള്ളതാണ്. നമ്മളെ മുസ്ലിം ഉമ്മത്ത് പരീക്ഷണത്തിലാണ്, മക്കൾ പരീക്ഷണത്തിലാണ്, ബാപ്പ പരീക്ഷണത്തിലാണ് അല്ലേ, ഉമ്മ പരീക്ഷണത്തിലാണ്, ഭാര്യ പരീക്ഷണത്തിലാണ്, ഭർത്താവ് പരീക്ഷണത്തിലാണ്. ദുആ ചെയ്യൂ അല്ലാഹുവിനോട്, ഖൽബിന് സമാധാനം വരും കേട്ടോ. അലാ ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കൂ, പ്രാർത്ഥിക്കൂ, ഹൃദയത്തിന് സമാധാനം ഉണ്ടാവും കേട്ടോ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലെ ഒരു പ്രശ്നമില്ല, നബീൻ്റെ 2 പൗത്രന്മാർ ഹുസൈൻ ഫാത്തിമ ബീവിൻ്റെ 2 മക്കളെ മുൻനിർത്തിയിട്ട് റസൂല പറയാം, ഖാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅവ്വിദു അൽ ഹസന വൽ ഹുസൈൻ, ഹസനെയും ഹുസൈനെയും നിർത്തിയിട്ട് അള്ളാഹിൻ്റെ റസൂൽ പ്രാർത്ഥിക്കും. എന്ത്? ഉഈദുകുമാ ബി കലിമാത്തില്ലാഹി താമ, അള്ളാഹുവിൻ്റെ പൂർണ്ണമായ നാമത്തിൽ ഞാൻ അള്ളാഹിനോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് രക്ഷ ചോദിക്കുകയാണ്. എന്തിൽ നിന്ന്? മിൻകുല്ലി ഷൈത്താനിൻ വഹാമ ഒ മിൻകുല്ലി ഐനിൻ ലാമ, മിൻകുല്ലി ഷൈത്താനിൻ എല്ലാ പിശാചുക്കളിൽ നിന്നും, വഹാമ എല്ലാ വിഷജന്തുക്കളിൽ നിന്നും എൻ്റെ കുട്ടികളെ അള്ളാഹുവെ നീ രക്ഷിക്കണേ, ഞാൻ അഭയം തേടും. 2 കുട്ടികൾ നിർത്തി അത് വേർക്കുന്നുണ്ട്. ഒ മിൻകുല്ലി ഐനിൻ ലാമ, എല്ലാ കണ്ണീർ മക്കളുടെ കഴിവും യോഗ്യതയൊക്കെ, അല്ലാ എന്തൊരു മക്കളാന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ണീർ കൊടുക്കുന്നതിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ വയ്ക്കുക. കണ്ണീറുണ്ട്, അൽ ഐനു ഹക്കുൻ, കണ്ണീർ സത്യ. പക്ഷെ അല്ലേ ഒറ്റ പോകുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ വീണുപോയി എന്ന് പറഞ്ഞാൽ അതല്ല കണ്ണീർ കേട്ടോ, അസൂയാണ്. അപ്പം അതിൽ നിന്നൊക്കെ ഇനി എന്തുണ്ടായാലും, നിങ്ങൾ എന്ത് പ്രയാസം ഉണ്ടായാലും, ഇങ്ങനെയുള്ള സിഹറാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല കണ്ണേറോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നിലക്കുള്ള മാനസികമായ വിഭ്രാന്തിയോ അല്ലെങ്കിൽ ടെൻഷനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ആ 3 സൂറത്താണ്ട് ഓതുക. ഏത്? മുഅവ്വിദാത്തുകൾ കേട്ടോ. അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ 3 സൂറത്ത് മോദി സ്വന്തം കയ്യിൽ ഊതി ശരീരം മുഴുവൻ തടവുക. എല്ലാ ടെൻഷനും പോയ വഴിക്ക് പോകും. ചെയ്തു നോക്കി കേട്ടോ. പക്ഷെ അതിനെന്ത് വേണം? ഇൻകുൻതും മൂക്കിനീൻ, നിങ്ങൾ ദൃഢമായ വിശ്വാസം ഉണ്ടാക്കണം. ഇതിന് ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തിക്ക് അള്ളാഹു എനിക്ക് ഇജാബത്ത് തരും, ഉത്തരം തരുമെന്ന ദൃഢവിശ്വാസമുള്ളവർക്ക് കേട്ടോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
രാവും പകലുമില്ലാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകളെല്ലാം നിർവഹിക്കുക. അള്ളാഹും റസൂലും പഠിപ്പിച്ച എല്ലാ നിബന്ധനകൾക്കും വിധേയരായിക്കൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക, രഹസ്യമായി പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ വിനയത്തോടുകൂടി പ്രാർത്ഥിക്കുക. അങ്ങനെ എല്ലാ നിബന്ധനകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. ഏതു തരം പ്രയാസങ്ങളുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കിത്തരും. അങ്ങനെ നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരുന്ന, അള്ളാഹു നീക്കിത്തരുന്ന വിശ്വാസികളായ മുത്തഖീങ്ങളായ, പ്രശ്നങ്ങളെല്ലാം തീർത്തു തരുന്ന, നമ്മളുടെ സങ്കടങ്ങളെല്ലാം തീർത്തു തരുന്ന അള്ളാഹുവിൻ്റെ വിനയാനിതരായ ദാസന്മാരായി ജീവിച്ചു മരിക്കാൻ റബ്ബ് എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസീകും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ, ഭക്തിപൂർവം പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് ചോദിക്കുകയും വിനയത്തോടെ ചോദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി ജീവിക്കാനും മരണം പുലുകുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ട ദാസന്മാരായി മരിക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പരലോകത്തും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കും. എപ്പോൾ? ഒന്ന് കേട്ടുനോക്കാം. എപ്പോഴാണ്? റസൂൽ പറയാണ്, ലാ യസാലു യുസ്തജാബു ലി അഹദിക്കും മാ ലം യഅ്ജൽ. ധൃതി കാണിക്കാത്തോളം കാലം. എന്തുകൊണ്ട് അള്ളാഹ് ഉത്തരം തരുന്നില്ല? ഞാൻ എത്രയായി ചോദിക്കുന്നു, എന്തുകൊണ്ട് ഉത്തരം തരുന്നില്ല? ഈ വാക്ക് നിങ്ങളുടെ വായന വരാൻ പാടില്ല. നിരന്തരം ചോദിച്ചു കൊടുക്കണം. മാലം യദബി ഇസ്മിൻ. അതോടൊപ്പം നിരന്തരമായി തെറ്റുകുറ്റങ്ങൾ ചെയ്യുക, എല്ലാ തോന്നിയാസും ചെയ്യുക, പലിശക്ക് വാങ്ങുക, പലിശക്ക് കൊടുക്കുക, കള്ള് കുടിക്കുക, മോഷ്ടിക്കുക, വഞ്ചിക്കുക, അങ്ങനെ കളവ് പറയുക, എല്ലാ തെറ്റും ചെയ്തിട്ട് നിങ്ങൾ ദ്വാരുന്ന അള്ളാഹ് സ്വീകരിക്കില്ല. ഇപ്പം നമ്മളെ കാര്യം തീരുമാനമായതുള്ളേ. വായ തുറന്നാൽ നുണേ പറയുള്ളൂ. എന്നിട്ട് പള്ളിയിൽ കണ്ട് ഇതായിരിക്കുക, പഠിച്ചോനെ എൻ്റെ ഉമ്മക്ക് വയറ്റിൽ ക്യാൻസറാണ്, പഠിച്ചോനെ പോക്കി തന്നെ കേൾക്കൂലല്ല. ഇപ്പം എൻ്റെ ഈ കാര്യം തീരുമാനമായില്ലേ? എന്നിട്ട് നീ നോക്കാം നമുക്ക്. ലാ യസാലു യുസ്തജാബു ലി അഹദിക്കും മാലം യോജൽ മാലം യദബി ഇസ്മിൻ. ഇനിയോ രണ്ടാമത്തെ കുറ്റം, കുറ്റകൃത്യങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടുകൊണ്ട് അള്ളാഹിനോട് ദ്വാരുന്ന അള്ളാഹ് സ്വീകരിക്കൂല. രണ്ടാമത്തതോ ഔ ഖത്തിയത്തു റഹ്മിൻ. രക്തബന്ധം മുറിച്ചിട്ട് അള്ളാഹിനോട് ദ്വാരുന്ന അള്ളാഹ് കബൂലാക്കൂല. അങ്ങനെ രക്തബന്ധം മുറിക്കുക, ബാപ്പാരാന്നറിയില്ല, ബാപ്പയായിട്ട് ബന്ധമില്ല, ഉമ്മയായിട്ട് ബന്ധമില്ല, പെങ്ങന്മാരായിട്ട് ബന്ധമില്ല, ഏട്ടന്മാരായിട്ട് ബന്ധമില്ല, അഞ്ചന്മാരായിട്ടൊരു ബന്ധവുമില്ല, ഒരു ബന്ധവും ആരോടുമില്ല. ഇവന് പ്രശ്നം വരുമ്പോൾ ബന്ധമായിരിക്കും സ്വീകരിക്കൂല. അപ്പം ഇതൊക്കെ വേണം അള്ളാഹ് കബൂലാക്കണമെങ്കിൽ. ഇപ്പോഴും തീരുമാനമായോ നമ്മളത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്തുണ്ടാകാൻ പാടില്ല? ധൃതി പാടില്ല. ഒന്ന്. പിന്നെ പാപങ്ങളും കുറ്റകൃത്യങ്ങളും നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ രക്തബന്ധം മുറിച്ചുകൊണ്ടേയിരിക്കുക. ഇതായിരുന്ന അള്ളാഹ് സ്വീകരിക്കൂല. അപ്പോൾ ധൃതി കാണിക്കാനും പാടില്ല. അപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൽ ഇസ്തിജാൽ. എന്താണ് റസൂലെ ഇസ്തിജാൽ എന്ന് പറഞ്ഞാൽ? ധൃതി കാണിക്കുക എന്നാണ് എന്താ? യഖൂൽ. അള്ളാഹിൻ്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, കത് ദാവത്തു, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, ഫലം മറ യസ്തജീബുലി. അള്ളാഹു എനിക്ക് ഇതുവരെ ഉത്തരം തന്നിട്ടില്ല. ഇന്ത ദാലിക യസ്തഹ്സിറു യദൗദ്വാ. അപ്പം അദ്ദേഹത്തിന് സ്വന്തമായി ദുഃഖം വരികയും, എൻ്റെ പ്രാർത്ഥന ഞാൻ ഒരുപാട് കാലമായി ദ്വാരിക്കുന്നു, ഒരു ദ്വയും അള്ളാഹ് സ്വീകരിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം ദുഃഖിതനാവുകയും പ്രാർത്ഥന ഉപേക്ഷിക്കുകയും, ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല, നിർത്തുകയാണ്. ഓൻ്റെ പ്രാർത്ഥന അള്ളാഹ് കബൂലാക്കൂല. കുറേ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാണ്ടാവുമ്പോൾ നിരാശ വരും അല്ലേ? അപ്പം സ്വാഭാവികം ചെയ്യും, പ്രാർത്ഥന ഉപേക്ഷിക്കും. അതാണ് റസൂൽ പറഞ്ഞത് കേട്ടോ. എന്നാലോ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, നമ്മളിപ്പോൾ ദ്വാരക്കുമ്പം 3 നിലക്കാണ് അള്ളാഹു ഉത്തരം തരിക. അതുകൂടി ഒന്ന് കേട്ടോളി. 3 നിലക്കാണ് അള്ളാഹ് ഉത്തരം തരിക. അങ്ങനെ മാമിൻ മുസ്ലിമിൻ യദ്ഉ ലൈസ ബി ഇസ്മിൻ വലാ ഖത്തിയത്ത് റഹിമിൻ. രക്തബന്ധം മുറിക്കാതെ, കുറ്റകൃത്യങ്ങൾ ചെയ്യാതെ, പാപങ്ങൾ ചെയ്യാതെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന വിശ്വാസിക്ക് അള്ളാഹു ഉത്തരം കൊടുക്കും.
ഇല്ലാഹു അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം കൊടുക്കാതിരിക്കില്ല. എങ്ങനെ? ഇഹ്ദാ സലാസ് മൂന്നിലൊരു തരം, 3 തരമുണ്ട് ഉത്തരം കൊടുക്കണേ. അതിൽ 3 ഒരു തരത്തിൽ അള്ളാഹു ഉത്തരം തരും നമുക്ക്. അതെന്തൊക്കെയാ നോക്കാം. ഒന്ന്, ഇമ്മാ യുവജ ലഹു ദൈവത്തോ, ചിലത് പ്രാർത്ഥിച്ച ഉടനെ. എന്നിട്ടല്ലേ എനിക്ക് പ്രാർത്ഥിച്ച ഉടനെ നിങ്ങൾ ഇതായിരുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം ശരിയായി. അങ്ങനെ ഉണ്ടായില്ലേ? ജീവിതത്തിൽ ഒരുപാടുണ്ടായില്ലേ? അത് അല്ല, നിങ്ങൾ പ്രാർത്ഥിച്ച ഉടനെ അത് അള്ളാൻ്റെ ഒരു കബൂലാക്കണ ഒരു രീതിയാണ്. വൈമാഹുഫിൽ ആഹറ, ഒന്ന് നിങ്ങൾ ദ്വാരുന്നതിൻ്റെ ഇവിടുന്ന് തരൂല, പരലോകത്തേക്ക് വെക്കും. എന്താ കാരണം? നിങ്ങൾക്ക് പരലോകത്ത് സ്വർഗത്ത് പോകാൻ നന്മകൾ കുറവാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളുടെയും പ്രതിഫലം അള്ളാഹു പരലോകത്തേക്ക് മാറ്റും. അപ്പം ഇവിടുന്ന് തരൂല. മനസ്സിലായോ? ഇനി 3ാമത്തെ രൂപോ റസൂലുള്ള പറയാം, വൈമാ യദ്ഫഅമിന സൂയി മിസ്ലിഹ, അല്ലെങ്കിൽ വലിയ വലിയ അപകടങ്ങളിൽ പെട്ടിട്ട് തലനാരിഴക്ക് രക്ഷപ്പെട്ടു അറിയല്ലേ, അതാണ്. അത് പ്രാർത്ഥനയുടെ വേറെ രൂപ. ഞാൻ തലനാരിഴക്കാണ് കഴിച്ചിലായത്. ചിലപ്പോൾ 2 ബസ് ഇങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു, തീരുമാനിച്ചു അവസാനിക്കുകയാണ്, പക്ഷെ കഴിച്ചിലായി. ഉണ്ടല്ലേ? ചിലപ്പോൾ കാണാൻ ലോറിൻ്റെ ഉള്ളിൽ കൂടെ കുട്ടികൾ അപ്പുറം കടന്നു പോകുന്നു. ചില വണ്ടിയൊക്കെ ഇടിച്ച് കണ്ടാൽ അതിൽ ഒരൊറ്റ കുട്ടി ബാക്കി ഉണ്ടാവില്ലായിരിക്കും അല്ലേ? പക്ഷേ അപകടം പറ്റി, എന്നിട്ടോ ഒന്നും പറ്റിയില്ല അറിയും. അപ്പം ചാനലുകാർ ഇങ്ങനെ നിലവിളിക്കും അല്ലേ? പക്ഷെ ഇവിടെ ഇതാണ് ഇതിൻ്റെ കാരണം. 3 നിലക്കാണുള്ള സ്വീകരിക്കുക. ഏതൊക്കെ? ഒന്നേതാ? ഒന്ന്, ചോദിച്ചതിന് ഉത്തരം തരിക. 2 നിങ്ങളുടെ അമൽ സാലിയാത്ത് കുറവുണ്ട്, അതുകൊണ്ട് പരലോകത്തേക്ക് മാറ്റി വെച്ചു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരൂല. അപ്പം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാണ്ടൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, എനിക്ക് പരലോകത്തെന്തോ കുറവുണ്ട്, അതിലേക്ക് അള്ളാഹു ഈ പ്രാർത്ഥനയുടെ പ്രതിഫലവും കൂടി എടുത്തു വച്ചിരിക്കുകയാണ്. ഇനി 3ാമത്തെ രൂപമാണെന്ത്? നമ്മളിപ്പോൾ പറഞ്ഞു, എന്ത്? വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് എന്താ പറയുക, അള്ളാഹു കാത്തുരക്ഷിച്ചതാണെന്ന് പറയില്ലേ നിങ്ങൾ? അത് പ്രാർത്ഥനയുടെ ഫലമാണ്. അത് 3ാമത്തേതാണ്. അപ്പം നിങ്ങളെല്ലാ സമയത്തും ദ്വാരുന്നോളി, ഒരു നഷ്ടവും നമുക്ക് വരില്ല. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണം. റസൂലുള്ള പറയാം, അള്ളാഹ് വിധിച്ച കാര്യം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. 50,000 വർഷം മുമ്പ് തീരുമാനിച്ച കാര്യങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന കച്ചവടം നിങ്ങൾ പ്ലാൻ ചെയ്ത് ഇന്നലായിരിക്കും, പക്ഷെ 50,000 വർഷം മുമ്പ് അള്ളാഹ് തീരുമാനിച്ചത് എൻ്റെ ഉപജീവനം എന്നതാണ്. ബാവനോട് പറഞ്ഞത് പിണ്ണാക്കാണ്. അങ്ങനെ ഓരോരുത്തരോടും എന്നോട് പറഞ്ഞു ഇജ്ജിത് ചെയ്തോ, മറ്റോട് പറഞ്ഞ് കാരച്ചോ ചെയ്തോ, ഇവനോട് പറഞ്ഞ് ഫർണിച്ചർ തുടങ്ങിക്കോ, മറ്റൊരാളോട് പറഞ്ഞു റെഡിമെയ്ഡ് തുടങ്ങിക്കോ. ഇതൊക്കെ 50,000 വർഷം മുമ്പ് അള്ളാഹ് തീരുമാനിച്ചതാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ SMCയിൽ പീഡിയ വാങ്ങിയ എൻ്റെ കഴിവുണ്ടാവും അല്ല. ഇജ്ജ് എങ്ങനെ ജീവിക്കാൻ റബ്ബ് തീരുമാനിച്ചതാണ് കേട്ടോ. അത് എന്നാലോ നിങ്ങൾക്കൊരു പ്രയാസം വന്നു അള്ളാൻ്റെ വിധിപ്രകാരം, പക്ഷെ നിങ്ങൾ ദ്വാരുന്നു, മടുത്തില്ല, ചോദിച്ചുകൊണ്ടേയിരുന്നു റബ്ബിനോട്. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടി രാത്രിയുടെ നിശാന്തതയിൽ റബ്ബിനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ രക്ഷപ്പെടുത്തണം, എൻ്റെ ഉമ്മാനെ അല്ലെ എൻ്റെ ഉപ്പാനെ അല്ലെ എൻ്റെ സഹോദരനെ അല്ലെ എൻ്റെ സുഹൃത്തിനെ പടച്ചോനെ രക്ഷപ്പെടുത്തണമെന്ന് നീ കൽബുകൊണ്ട്. ഇപ്പം ചിലപ്പോൾ നമ്മൾ ഉറങ്ങി എണീക്കുമല്ലോ, ഞെട്ടി ഉണരുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം നമ്മൾ ചിലപ്പോൾ ഇതായിരിക്കുമല്ലോ അല്ലേ, അത് പാതിരാവില്ല. അപ്പം നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് എന്ത് ചെയ്തു, പറയാനുള്ള കാര്യമായിട്ട് പറഞ്ഞു. എന്നാൽ അള്ളാഹ് പറയാം, ലാ യറുദ്ദുൽ ഖലാ ഇല്ല ദുആ, അള്ളാഹിൻ്റെ ഖദറിനെ പോലും മാറ്റിമറിക്കും പോലും പ്രാർത്ഥന. അള്ളാഹ് തീരുമാനിച്ചത് 50,000 വർഷം മുമ്പ് തീരുമാനിച്ച തീരുമാനം അള്ളാഹ് മാറ്റും ഇത് പ്രാർത്ഥന കൊണ്ട്. നിങ്ങൾ ധർന്നാലേ അത്ര മൂർച്ചയേറിയ ആയുധാണെന്ത് പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥന ഒഴിവാക്കണോ? വേണ്ട. എന്നാലോ ആ റസൂല പഠിപ്പിക്കാത്ത കാലത്ത് പ്രാർത്ഥിക്കരുത് കേട്ടോ. ഇപ്പോൾ ഒരു പിയാപ്പിള ഇറങ്ങുമ്പോൾ കേട്ടിട്ടുണ്ട്, ചിലർ പിയാപ്പിളൊക്കെ പോകുമ്പോൾ ഇറങ്ങുമ്പോൾ കാണാൻ ടവലൊക്കെ ഇട്ട് കൊടുത്ത് മുസ്ലിയാരുടെ വക ഉസ്താദിൻ്റെ വക ഒരു പ്രാർത്ഥന, ഇലാ ഹലറത്തിഹിം അൽ ഫാത്തിഹ അല്ലേ. ഇതൊന്നും ഞാൻ പറയില്ല, മെമ്പർമെന്ന് വിട്ടേക്കാം. അല്ലെ അംബിയായുൽ മുർസലീൻ, അംബിയാക്കന്മാർക്കും മുർസലീങ്ങൾക്കും ശുഹദാക്കന്മാർക്കും ഒക്കെ ഫാത്തിഹ അയക്കുക. ഇവിടുന്ന് ആദ്യമായിട്ട് തലയിൽ ടവലിട്ടാ ഏത് ഇനി ഓൻ്റെ തലയിൽ ടവലിയൊരു അമ്മമാർക്ക് കൊടുക്കും, വലിയ സുന്നത്താണ്. നിങ്ങൾ ചോദിക്കേണ്ട, അപ്പം നിങ്ങൾ ഇതിനെ തൊപ്പിയിട്ടത്? ഞാൻ തൊപ്പിയിട്ടത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിന് വേണ്ടല്ല. കുറേ ജാഹിലുകൾ ഇവിടെ ജുമാക്കുണ്ടാവും, അവർ ഞാൻ തലമറക്കാത്തതിൻ്റെ പേരിൽ എൻ്റെ ശബ്ദം സ്വീകരിക്കാണ്ട പോണ്ടാച്ചിട്ടാണ്. ഞാൻ തലമറച്ചാല അയാൾ തൊപ്പിയൊക്കെ ഇട്ടുണ്ട്, അയാൾ മുജാഹിദാണെങ്കിലും തൊപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, അങ്ങനെ നിങ്ങൾ നന്നാവും, അതിനുണ്ട്. അല്ലാണ്ട് എനിക്കിത് കിട്ടിയതിനൊരു കൂലിയും കിട്ടൂല.
കേട്ടോ. അപ്പോൾ നിങ്ങൾ ദ്വാരനോളി. ഭയങ്കര എന്താ പറയുക, ഒരു മിസൈലിനും ഇത്ര ദൂരത്തിൽ എത്താൻ കഴിയില്ല, ഇത്ര സ്പീഡിൽ പോകാൻ കഴിയില്ല അള്ളാഹിൻ്റെ അടുത്ത് കേട്ടോ. അതുകൊണ്ട് റസൂൽ പറയാ സലുല്ലാഹ മിൻ ഫലി, നിങ്ങൾ അള്ളാഹിൻ്റെ ഔദാര്യം ചോദിച്ചുകൊണ്ടേയിരുന്നോളി. ഫൈനഹു യുഹിബ്ബു അൻ യുസ്അല, നിങ്ങൾ ചോദിക്കുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചോദ്യം നിർത്തണ്ട, പ്രാർത്ഥന നിർത്തണ്ട. റഹ്മാനായ റബ്ബ് നമ്മളെല്ലാം കൽബിലുള്ള എല്ലാ പ്രയാസങ്ങളും നീക്കി തന്നുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി മുത്തക്കിയായി റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന മുത്തക്കികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മളുടെ നേരെ വരുന്ന എല്ലാ പരീക്ഷണങ്ങളെയും അള്ളാഹു നീക്കി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് വാനമിറക്കിയ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളുമുണ്ട്. അള്ളാഹു എല്ലാം ശിഫയായി നമുക്കെല്ലാം അനുഗ്രഹീതമാക്കി മാറ്റി തരുമാറാകട്ടെ. റബ്ബിൻ്റെ കോടതിയിലേക്കുള്ള യാത്രയിൽ വലത് കൈയിൽ കർമ്മരേഖ സ്വീകരിച്ച് സ്വർഗം പോകാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാനും ആർക്കും ബാധ്യതയില്ലാതെ ഭൂമിയിൽ നിന്ന് യാത്ര പോകാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ നിന്ന് സ്വർഗം പൂകി നമ്മുടെയെല്ലാം പിരിഞ്ഞുപോയ മാതാപിതാക്കളോടൊപ്പവും കുടുംബത്തോടൊപ്പവും സ്വർഗത്തിൽ എത്തിച്ചേരാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു മോഫുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്തി യാ ഖാലി അൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم ألحقنا مع الصالحين، اللهم ألحقنا مع الصالحين، اللهم ألحقنا مع الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.